ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ബ്ലൂബെറി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഐസ്ക്രീമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡറും 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ബോയിൽ ചെയ്യുമ്പോഴും ഒരു സ്പൂൺ വെച്ചിട്ട് വിസ്ക് വെച്ച് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം അതിൽ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്കൊരു തിക്ക് ഫോം ആകുന്നത് വരെ അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് താഴേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതൊന്ന് കംപ്ലീറ്റ് കൂളാകുന്നത് വരെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ബ്ലൂബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൂബെറിയാണ്. ഇത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും ഞാനൊരു 5 മിനിറ്റ്സ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡ്രൈ ബ്ലൂബെറി ഇല്ലെങ്കിൽ ബ്ലൂബെറി ഫ്രൂട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ബ്ലൂബെറി ക്രഷ് വാങ്ങിക്കാൻ കിട്ടും, അത് ഉപയോഗിച്ചും ചെയ്തെടുക്കാം. ഇനി ഞാനിതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അതുകൊണ്ട് ഒരു മിക്സിയിൽ ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൂബെറി ക്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം, ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ട്രഫോലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിന് ഓൾറെഡി മധുരം ഉള്ളത് കൊണ്ട് ആവശ്യത്തിന് മാത്രം മധുരം ചേർക്കുക. പിന്നെ അത് കൂടുതൽ സ്റ്റിഫാകുന്നത് വരെ ഒന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അരച്ച് വെച്ച ആ ബ്ലൂബെറിയുടെ ക്രഷും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് പകരം മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി മധുരമുള്ള ക്രീമാണ്, അതുകൊണ്ട് മധുരം കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള ഐസ്ക്രീമിൻ്റെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചത് പാൽ കോൺഫ്ലോർ മിശ്രിതം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ചെറിയൊരു കളറിന് വേണ്ടി കുറച്ച് ഫുഡ് കളർ കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ബദാം കാഷ്യൂനട്ടും കൂടി ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനൊരു കണ്ടെയ്നറിലേക്ക് നമ്മുടെ ഈ ക്രീം മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്ലൂബെറി ഇട്ട് അലങ്കരിച്ചിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കുക. ഒരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം, ഫ്രീസറിൽ എടുത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഓൾറെഡി ഞാൻ ഫ്രഷ് ക്രീം വെച്ചിട്ട് 2-3 ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പോയി സെർച്ച് ചെയ്ത് കാണുക. അപ്പോൾ വിപ്പിഡ് ക്രീമിൽ ഐസ്ക്രീമും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. ബ്ലൂബെറി ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. മാർക്കറ്റിൽ ബ്ലൂബെറി ക്രഷൊക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. ഇപ്പോൾ കൊറോണയൊക്കെ വീണ്ടും തുടങ്ങിയത് കൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഐസ്ക്രീം വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ആരെയും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.